ഹായ് ഫ്രണ്ട്സ്, സഫർ ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചെങ്ങന്നൂർ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഫർ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാകുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമ്മൾ എലിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വരെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ആ പ്ലാനിന് തന്നെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും വേണം. ആദ്യം ഞാനിവിടെ സബ്സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപായിട്ട് ഞാനിവിടെ ഒന്ന് ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ ഗ്രൗണ്ട് ലെവൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ സബ്സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. റെക്റ്റാങ്കിൾ എടുത്തു, PCCയുടെ സൈസ് കൊടുക്കുന്നു 800,200. 800,200 ആണ് ഞാൻ PCCയുടെ സൈസ്. ഇനി ഫൗണ്ടേഷന്റെ സൈസ് കൊടുക്കാൻ പോകുന്നു. റെക്റ്റാങ്കിൾ എടുത്തു, @ 600,600. ഇനിയും ഞാൻ ബേസ്മെന്റിന്റെ സൈസ് കൊടുക്കാൻ പോകുന്നു. enter റേറ്റ് ഓഫ് 450,450 ആണ് കൊടുക്കുന്നത്. ഇനി ഇതിനെ എല്ലാം കൂടെ ഞാനൊന്ന് ജോയിൻ ചെയ്യുന്നു. ഓവർലൈൻ എല്ലാം നമുക്കിനി ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അതിനുശേഷം നമുക്ക് ഈ പ്ലാനിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന വാൾസ്, കട്ട് ചെയ്ത വാൾസ് ഏതൊക്കെയാണോ അത് നമുക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബീമാണ് കട്ട് ചെയ്ത് പോകുന്നത്. അതിനുശേഷം നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലോട്ട് enter 450 ബേസ്മെന്റ് കൊടുക്കാം. ഇത് കൊടുത്തു. ഇത് ഞാനെങ്കിൽ ജോയിൻ ചെയ്യാണേ. ഇനി ഇവിടെ നിന്ന് 50 മാറിയാണ് ഫസ്റ്റ് വാള് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കോപ്പി എടുക്കുക, ആദ്യം ഈ വാളിൻ്റെ ഇവിടെ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ഇത് ഇവിടെ വരെയുള്ളതിൻ്റെ മിഡ് പോയിന്റ് കിട്ടണം. അതിന് ഞാൻ മിഡ് പോയിന്റ് കിട്ടാൻ വേണ്ടി ഓരോ ഓവർലൈൻ വീതം ഞാൻ വരച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഓവർലൈൻ അങ്ങ് കളയണം കേട്ടോ.
കോപ്പി എടുക്കുകയാണ്. ഓവർലൈൻ കളയുക. ഇനിയും ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് 50 മാറുകയാണ് വേണ്ടത്. മൂവ് ചെയ്യുക. ചെയ്യുക. ഇനി ഇതിൻ്റെ അടിയിലോട്ടുള്ളത് നമുക്ക് അണ്ടർലായിട്ടുള്ളതെല്ലാം നമുക്ക് കളയാം. ഇനി നമുക്കിതിനകത്ത് വേണ്ടത് ഇനിയും റൂഫ് ഹൈറ്റ് ആണ്. റൂഫ് ഹൈറ്റ് നമുക്കറിയാം 3000 മില്ലിമീറ്റർ. 3000 മില്ലിമീറ്റർ കൊടുത്തു. ഇനി ഇവിടെ നിന്ന് നമുക്ക് റൂഫ് പ്രൊജക്ഷൻ എടുക്കണം. അതിനു മുമ്പ് നമുക്ക് മുകളിലോട്ടുള്ളത് അങ്ങനെ ട്രിം ചെയ്ത് കളയാം. എക്സൽ എൻ്റർ, വി എൻ്റർ. ഇവിടെ നമുക്ക് സ്ലാബ് തിക്നെസ് കാണിക്കണം. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. എലിവേഷൻ ആകുമ്പോൾ ഫിനിഷിംഗ് ഫേസ് ആയതുകൊണ്ട് നമുക്കവിടെ കാണിക്കണ്ട. നമ്മളിവിടെ പാരപ്പെറ്റ് കൊടുത്തതുകൊണ്ട് ഇവിടെ നമുക്ക് പാരപ്പെറ്റ് കൊടുക്കണം. പാരപ്പെറ്റ് നമ്മൾ 600. പാരപ്പെറ്റ് വാൾ തിക്നെസ് 12 സെന്റിമീറ്റർ ആണ്. അപ്പം 120. ബാക്കിലോട്ട് നോക്കുമ്പോൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള എലിവേഷൻ നമുക്ക് കാണാം. ഇനി 210 ഹൈറ്റ് നമ്മൾ ലിൻഡൽ കൊടുക്കും. 2100 മില്ലിമീറ്റർ, 210 സെന്റിമീറ്റർ ആണ്. ഓ എൻ്റർ. 15 സെന്റിമീറ്റർ ആണ് ലിൻഡൽ തിക്നെസ്. അപ്പം 150. TR ഡബിൾ എൻ്റർ അടിക്കുക. എന്തോ ചെയ്തപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇവിടോട്ടുള്ള ലൈൻ പോയിട്ടുണ്ട്. ബേസ്മെൻറ്റിൻ്റെ ഇത് പോയിട്ടുണ്ട്. മൂവ് ചെയ്ത് താഴോട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും ലിൻഡൽ ചെയ്തു. ഇനിയും നമുക്ക് ഷെയ്ഡിൻ്റെ പ്രൊജക്ഷൻ കാണിക്കാം. എക്സൽ എൻ്റർ, വി എൻ്റർ. EX ഡബിൾ എൻ്റർ, ഓ എൻ്റർ. 6 സെന്റിമീറ്റർ, അപ്പോൾ 60 മില്ലിമീറ്റർ. TR ഡബിൾ എൻ്റർ. അങ്ങനെ നമ്മളിപ്പോൾ സ്ട്രക്ചർ ഏകദേശം തീർന്നു. ഇവിടെ ഓവർലൈൻ ഉണ്ട്. നമുക്ക് ഓവർലൈൻ
ഇനി നമുക്ക് എന്തൊക്കെ കാണാം എന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് D1 ഇവിടെ എല്ലാ D1 അപ്പോൾ നമുക്ക് D1 കൊടുക്കാം. എക്സൽ എൻ്റർ, ബി എൻ്റർ, D1 നമുക്ക് കാണാൻ പറ്റും. റെക്ടാങ്കിൾ എടുത്തു, ഓ എൻ്റർ 100. ഓവർലൈൻ ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ എക്സ്പ്ലോഡ് ചെയ്ത് ചെയ്യുന്നത്. കോപ്പി ചെയ്യുക, കാരണം എല്ലാം D1 ഇതായതുകൊണ്ട് നമുക്ക് ഇവിടെ ഓവർലൈൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിൽ ഡോറ് കട്ട് ചെയ്തു പോകുന്നുണ്ട്, അത് കാണിക്കണം. നമുക്ക് ഡോറ് കട്ട് ചെയ്തത് നമ്മൾ കാണിച്ചു. ഇനിയും ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ കാണുമ്പം ഇവിടെ ഓപ്പണിംഗ് ആണ് കട്ട് ചെയ്ത് പോകുന്നത്, വാള് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല. ഈ ഒരു കോർണർ അകത്തോട്ട് തിരിയുന്നതിൻ്റെ എലിവേഷനും കാണാം. അപ്പം നമുക്ക് കട്ട് ചെയ്യുന്നത് ലിൻഡൽ മുതൽ മുകളിലോട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ലൈൻ്റെ ആവശ്യമില്ല, അത് ട്രിം ചെയ്ത് കളഞ്ഞു. ഇവിടെയും അതേ പർപ്പസ് തന്നെയാണ്, അതായത് ലിൻഡൽ മുതൽ മുകളിലോട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ തിക്നെസ് എലിവേഷൻ കാണുന്നതുകൊണ്ട് ഇവിടെ താഴെ നമുക്കത് വരയ്ക്കണം. ഇനി നമുക്ക് പിന്നെ നേരെ ചൊവ്വെ കാണാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പാണ് കാണുന്നത്. ഹൈറ്റ് ആണ് ഇവിടെ കാണുന്നത്, 15 സെന്റിമീറ്റർ വെച്ച് 150 mm. പിന്നെ നമുക്ക് ഇവിടുന്ന് ഈ വെന്റിലേഷൻ കട്ട് ചെയ്യുന്നുണ്ട്, അത് കാണിക്കണം. അഞ്ഞൂറാണ് ഞാൻ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഓ എൻ്റർ, കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കാണുന്ന ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ്. ശ്രദ്ധിക്കുക, ഈ സ്റ്റെപ്പ് നമുക്ക് കാണുന്നുണ്ട്, ഇവിടെ നിന്ന് D1 കാണുന്നുണ്ട്, ഇവിടുത്തെ ഓപ്പണിംഗ് കാണുന്നുണ്ട്, ഓപ്പണിങ്ങിനെ കട്ട് ചെയ്യുന്നുണ്ട്, ഈ വാള് കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ D1 ഓപ്പണിങ് D1, ഇവിടുത്തെ D2 കട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇവിടുന്ന് വെന്റിലേഷൻ കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇതുവഴി കാണാൻ പറ്റിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ, നമുക്ക് ഇതിനകത്തിൽ സെക്ഷൻ വ്യൂവിനെല്ലാം നമുക്ക് ഹാച്ച് ചെയ്യണം. ഹാച്ച് ചെയ്യാൻ വേണ്ടി അതിനു മുമ്പ് നമുക്ക് ഇവിടെ തറ ഫ്ലോറിംഗ് ഉണ്ട്. നമ്മൾ ഫ്ലോറിംഗ് കാണിക്കുന്നുണ്ട്. ഇവിടെ RCC, ഇവിടെ PCC ആണ് നമ്മൾ ഫ്ലോറിംഗ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തിലെ ഹാച്ച് കൊടുക്കാം. നമുക്ക് ഹാച്ചിനെ H ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. നമ്മൾ ബ്രിക്കിന് ANSI 132 ആണ് നമുക്ക് ബ്രിക്കിൻ്റെ ഇത്.
ഇനിയും സ്റ്റോണിൻ്റെ കൊടുക്കാം. നമുക്ക് കോൺക്രീറ്റിൻ്റെ കൊടുക്കാം. ഇനി നമുക്കിവിടെ മണ്ണിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം നമുക്ക് സാൻഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ വ്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇല്ല എങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്.